നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2025 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2025 ജനുവരി മാസം 31 വരെയുള്ള 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാരുടെയും ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു മാസത്തെ ഫലമാണ്. ജനുവരിയിൽ 3-ാം തീയതി ബുധൻ ധനുവിലേക്കും 24-ാം തീയതി ജനുവരി 24-ാം തീയതി ബുധൻ വീണ്ടും മകരത്തിലേക്കും സംക്രമണം ചെയ്യും. 14-ാം തീയതി സൂര്യൻ മകരത്തിലേക്ക്, 27-ാം തീയതി ശുക്രൻ മീനം രാശിയിലേക്ക്, വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ 20-ന് മിഥുനം രാശിയിലേക്കും പോകും. ഇതാണ് ഈ മാസത്തെ സംക്രമണങ്ങൾ. ഇനി നമുക്ക് ഫലത്തിലേക്ക് കിടക്കാം. മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ച് ഈ മാസം പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കാണുന്നു. ഈ രാശിക്കാരുടെ പൊതുവെയുള്ള സാമ്പത്തിക അവസ്ഥ ഗുണകരമാണെങ്കിൽ അതിന് കൂടുതൽ കൂടുതൽ ഗുണമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മീഡിയം റേഞ്ചിൽ ധനം സമ്പാദിക്കുന്നവർക്കോ ധനം കിട്ടുകയോ ചെയ്യുന്ന ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് കുറച്ചുകൂടി ധനം ആർജിക്കാൻ സാധിക്കും ഈ മാസം. എന്നാൽ ധനം ഒട്ടുമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളോ കടബാധ്യതകളോ നേരിടുന്നവർക്ക് അതിൽ നിന്ന് കുറച്ചെങ്കിലും ആശ്വാസം ഈ മാസം കിട്ടുന്നു. പ്രധാനമായും അവരുടെ വരവ് എന്ന് പറയുന്നത് അവരുടെ കർമ്മരംഗത്തു നിന്നു തന്നെയാണ്. പ്രവർത്തന രംഗം വളരെ ശോഭനീയമായിട്ടാണ് കാണുന്നത്. കൂടുതൽ നന്നായി തങ്ങളുടെ ജോലിയിൽ ഇവർക്ക് വ്യാപൃതരാകാൻ ഈ മാസം സാധിക്കുന്നു എന്ന് കാണുന്നു. അതല്ലെങ്കിൽ ഇവർക്ക് കിട്ടാനുണ്ടായിരുന്ന പണം മറ്റുള്ളവർ തരാനുണ്ടായിരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് ഇവർ വായ്പ അപേക്ഷിച്ചിരുന്നത് അനുവദിച്ച് കിട്ടുന്ന പണം കയ്യിലെത്തുന്നതിനോ അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ സ്വത്ത് ഭാഗം വയ്ക്കലിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടോ അവർക്കെന്തെങ്കിലും അരിയേഴ്സ് കിട്ടാനുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ധനം ഇവരിലേക്ക് വന്നു ചേരാം. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായ നേട്ടം കാണുന്നു. കഴിവനുസരിച്ച് ജീവിക്കുന്നവർക്ക് തങ്ങളുടെ സിദ്ധികൾ വിറ്റ്, അതായത് സിദ്ധികൾ വഴി സാമ്പത്തിക ലാഭം കാണുന്നുണ്ട്. പൊതുവേ ഈ രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗംകാർക്ക് ഏതു വിധേനയെങ്കിലും ധനം വന്നു ചേരാനുള്ള യോഗം ജനുവരി മാസത്തിൽ കാണുന്നു. പ്രധാനമായും ഇവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ മക്കളുടെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥിനികൾ ഉദ്യോഗാർത്ഥികൾ ഇവർക്കെല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ ഇടവരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവരുടെ പഠന അവസ്ഥകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. നല്ല വിജയമുണ്ടാകുന്നു എന്നതൊക്കെ ഈ മാസത്തെ ഒരു പ്രത്യേകതയാണ്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള മത്സര പരീക്ഷകളിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള കായിക മത്സരങ്ങളിലോ പങ്കെടുക്കുന്നവർക്കും വിജയം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഇവർക്ക് ദോഷം അല്ലെങ്കിൽ ശാരീരികമായ രോഗാവസ്ഥകൾ എന്നൊക്കെ പറയാവുന്നത് പ്രധാനമായും ഇവരുടെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം അപകട സാധ്യതകളോ ഇലക്ട്രിസിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ തീയിൽ നിന്നോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വാഹനത്തിൽ നിന്നോ സ്പീഡ് കൂടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ പെട്ടെന്ന് എടുത്തുചാട്ടം കൊണ്ടുണ്ടാകാവുന്ന വാക്ക് തർക്കം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള വസ്തുക്കളാലോ ഒക്കെ അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരും ആ മാസത്തിൻ്റെ 2-ാം പകുതി ജനുവരി മാസം 20-ന് ശേഷം അല്പം ശ്രദ്ധിക്കണമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും അവരുടെ ഓവർ ഔത്സുക്യം കാണിച്ചുകൊണ്ടുള്ള വികാരാവേശം കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സാഹസിക കർമ്മങ്ങൾ ഇതൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. പരമാവധി ഒഴിവാക്കുന്നത് നല്ലതുമാണ്. ഇരട്ട വ്യക്തികളുമായി അതായത് ട്വിൻസുമായി ബന്ധപ്പെട്ട് കലഹമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇടത്തെ കണ്ണ്, മൂക്ക് ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, എല്ലിന് എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ എല്ല് പൊട്ടുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കാം. ഈ നക്ഷത്രക്കാർക്കോ ഈ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്കോ ഒക്കെ അതിന് സാധ്യത കാണുന്നു. സമാധാനത്തോടു കൂടിയും വളരെ ജാഗ്രതയോടുകൂടിയും പക്വതയോടുകൂടിയും ഓരോ കാര്യങ്ങളും ചെയ്യണം, പ്രത്യേകിച്ച് ജനുവരി പകുതിക്ക് ശേഷം എന്ന് കാണുന്നു. ജനുവരി പകുതി വരെ മാതാവിനെ കേന്ദ്രീകരിച്ചുള്ള ബന്ധുക്കൾക്കോ ദോഷം കാണുന്നുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായോ പ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ടോ ദോഷങ്ങളൊന്നും കാണുന്നില്ല. മറിച്ച് ഇവർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളാലോ ശാരീരിക പ്രശ്നങ്ങളാലോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംബന്ധമായി നല്ലതാണ്. വിദേശവാസവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിദേശത്ത് പോകുവാനോ അല്ലെങ്കിൽ പഠനത്തിനുമായിട്ട് ഒക്കെ സാധിക്കുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. ആരോഗ്യം മാത്രം ശ്രദ്ധിക്കുക, അപകട സാധ്യതകളും ശ്രദ്ധിക്കുക, എടുത്തുചാട്ടം കുറയ്ക്കുക, വികാരാധിക്യം കുറയ്ക്കുക, സാഹസിക കർമ്മങ്ങളും അടുത്ത ബന്ധുക്കളുമൊത്തുള്ള സാഹസിക യാത്രകളും ശ്രദ്ധിക്കുക. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3, 4, 5 ഉച്ചവരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ 7-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 8, 9 രാത്രി വരെയും, തിരിച്ച് 11 ഉച്ച കഴിഞ്ഞ് 12, 13 രാത്രി വരെയും, അതിനുശേഷം 19, 20, 21 രാവിലെ 10 മണി വരെയും, രാവിലെ 10 മണി കഴിഞ്ഞും 21 നല്ലതാണ്. 22, 23 രാത്രി വരെയും ഗുണം കാണുന്നു. ശേഷം ഗുണമുള്ളത് 28 ഉച്ച കഴിഞ്ഞ് 29, 30 സന്ധ്യ വരെ, 31 പകലും ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയുടെയും അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷവശങ്ങൾ ഉണ്ടെങ്കിലും ഈ ശുക്രൻ്റെ സാന്നിധ്യം 10-ലും 11-ലുമായിട്ടാണ് ഈ മാസത്തിൽ ഇവർക്ക് കാണുന്നത്. 10-ലും 11-ലും ശുക്രൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം അത്ര നല്ലതല്ല. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ എവിടെയാണോ അവർ പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ഈ നക്ഷത്രത്തിലെ പുരുഷന്മാർക്കാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന്, അതായത് സ്ത്രീകളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ വാക്കുതർക്കമോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തൊഴിലിടത്ത്, പ്രവർത്തന രംഗത്താണ് കൂടുതൽ സാധ്യത. അതുപോലെ ഡയബറ്റിക് അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് അവരുടെ കാൽമുട്ടിന് കാൽപാദങ്ങൾക്കും ദോഷം കാണുന്നുണ്ട്. കൂടുതലായി യാത്ര ചെയ്യേണ്ടി വരും എന്ന് കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ള മറ്റു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടോ യാത്ര ചെയ്യേണ്ടി വരികയോ അത്തരം ഓഫീസുകളിൽ ഏതാനും ദിവസങ്ങൾ പോയി ജോലി ചെയ്യേണ്ടി വരികയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം യാത്ര ഇപ്പോൾ കൂടുതലായി കാണുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ കാൽമുട്ടൊക്കെ ശ്രദ്ധിക്കാൻ പറയുന്നതും. കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പറ്റുന്നൊരു ശാരീരിക അവസ്ഥ ഇല്ലെങ്കിൽ അത് കാൽമുട്ടിനെയും പാദങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതയോ വാക്കുതർക്കമോ തടസ്സങ്ങളോ ഒക്കെ ഇപ്പോഴും ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ അവർക്ക് സാധിക്കും, പ്രത്യേകിച്ച് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം. ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവരുടെ പിതാവിന് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കണ്ണ് സംബന്ധമായോ നയന സംബന്ധമായോ ഹൃദയ സംബന്ധമായോ അതല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായോ ന്യൂറോട്ടിക് പ്രോബ്ലമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരുടെ വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, സ്വന്തം ദേശത്ത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കിപ്പോൾ വലിയ ദോഷമില്ലെങ്കിലും പഠന സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു മാസത്തിന് ശേഷം കൂടുതൽ അംഗീകാരത്തോടുകൂടി കൂടുതൽ കാര്യങ്ങളോടുകൂടി സൗകര്യങ്ങളോടുകൂടി അവർക്ക് കിട്ടുമെന്നും കാണുന്നുണ്ട്. എന്നാൽ ജനുവരി മാസത്തിൽ യാത്രയ്ക്ക് പ്രശ്നം കാണുന്നു. പ്രത്യേകിച്ചും യാത്ര എന്ന് പറയുന്നത് മാസത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് കൂടുതൽ ദോഷം കാണുന്നത്. പകുതിക്ക് മുമ്പ് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാലും അത് മാറ്റിവെക്കപ്പെടേണ്ടി വരും എന്ന് കാണുന്നു. അപ്പോൾ പൊതുവേ യാത്ര, പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പഠന സംബന്ധമായ യാത്രയ്ക്കാണ് തടസ്സങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. രോഹിണി അതുപോലെ തന്നെ കാർത്തിക മുക്കാൽ, മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രക്കാരടങ്ങുന്ന ഇടവക്കൂറിന് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നല്ല സാമ്പത്തിക ലാഭം കാണുന്നുണ്ട്. ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ വരും വർഷത്തെ 2025 ബാക്കി മാസങ്ങളിൽ കൂടുതൽ സജീവമായി മുന്നേറാനുള്ള പല കാര്യങ്ങളും ഇവർ ഒരുക്കൂട്ടുന്നതിൻ്റെ ഒരു കാര്യം കൂടി ജനുവരി മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വാക്ക് ജനുവരി 20 ശേഷം ശ്രദ്ധിക്കണം. പെട്ടെന്ന് കലഹമുണ്ടാകാനോ ആൾക്കാരുമായി കലഹിച്ച് മാറി നിൽക്കാനോ തങ്ങളുടെ വാക്ക് ചിലപ്പോൾ കേസ് വരെ ആകാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചില പ്രത്യേക നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മിഥുന കൂറിലെ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാലും, അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രം, ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടും ഇവർ വളരെ സൂക്ഷിച്ചിടപെടണം എന്നാണ് കാണുന്നത്. അത്തരക്കാരുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കലഹമോ പ്രശ്നങ്ങളോ മാറി നിൽക്കലോ അത് കാരണം ചിലപ്പോൾ കോടതി വരെ എത്തേണ്ടുന്ന ചില കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടുപ്പിന് താഴെ
കാൽമുട്ട്, കാൽപാദങ്ങൾ, ഈ സ്ഥലത്ത് നീർക്കെട്ട്, വേദന തുടങ്ങിയ കാര്യങ്ങളാൽ ചിലപ്പോൾ ചില പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങൾ ഇവർക്കിപ്പോൾ കാണുന്നില്ല. പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട് പണം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വിദേശവുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തോ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയോ പണം വരാനുള്ള സാധ്യതയും കാണുന്നു. സാമ്പത്തിക പ്രശ്നം അല്ല പ്രധാനമായി കാണുന്നത്. വാക്കുതർക്കം, കലഹം, കേസ്, അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി കാൽമുട്ട്, പാദങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ ഹിപ്പിൻ്റെ ഭാഗത്തുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3-ാം തീയതി 11 മണിക്ക് ശേഷം 4-5 ഉച്ചവരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 5-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 6-7 വൈകുന്നേരം വരെയും, 9-ാം തീയതി രാത്രിക്ക് ശേഷം 10-11 ഉച്ചവരെ, 14-15-16 ഉച്ചവരെ, അത് കഴിഞ്ഞാൽ പിന്നെ 21 രാവിലെ 10 മണിക്ക് ശേഷം 22-23 രാത്രി വരെ, 24-25-26 രാവിലെ വരെയും, ശേഷം 30-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 31 വരെയും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലെ മേന്മയുള്ള ദിവസങ്ങളാണ് താരതമ്യേന. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിലെ രാഹു ഇവർക്ക് ഈ ജോലിയുടെ അവസാനം, അതായത് ഈ വർഷത്തിൻ്റെ അവസാനം, കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തന്നെ ചെറിയൊരു ചേഞ്ചൊക്കെ ജോലിയിൽ വരാൻ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും 2025 ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ കൂടുതൽ ബാധ്യതയുമൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഒരു മാറ്റം എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ അതിൻ്റെ അനുകൂലമായ ചില തുടക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശമ്പള വർധനവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇവരുടെ പിതൃസ്ഥാനീയരായോ കാരണവസ്ഥാനത്തുള്ളവരോ അതുമല്ലെങ്കിൽ ഇവരുടെ മേലധികാരികളോ രാഷ്ട്രീയ അധികാരികളോ ഒക്കെ, ഭരണതലത്തിൽപ്പെട്ട അധികാരികളോ ഒക്കെ ഇടപെട്ട് ചില കാര്യങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമാക്കി മാറ്റുന്നു. ഒരുപക്ഷെ ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന തടസ്സമോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തതിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതിനോ സാധ്യത കാണുന്നു. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ വലത്തെ കൈ, വിരലുകൾ, കൈമുട്ട് എന്നുള്ള ഭാഗങ്ങളിൽ അപകട സാധ്യതയോ അല്ലെങ്കിൽ വാദസംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് അനങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയോ പെയിനോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുഖത്തിനും ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ശരീരത്തിൽ ചിലപ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നേക്കാം, പ്രത്യേകിച്ചും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ എന്നീ ഭാഗങ്ങൾ ഈ നക്ഷത്രക്കാരുടെ പിതൃസ്ഥാനീയരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ പ്രധാനമായും ഇവരുടെ ലക്ഷ്യങ്ങൾ പലതും സാധൂകരിക്കപ്പെടുകയും ചില കടുത്ത ഉത്തരവാദിത്വങ്ങളും അതുപോലെ തന്നെ ജോലി കൂടുതലും ഇവരിലേക്ക് വരികയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. കൃത്യമായ സമയത്ത് ജോലി ചെയ്ത് തീർക്കാൻ സാധിക്കുമോ, അവർ പറഞ്ഞിട്ടുള്ള ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ഇവരെ അലട്ടാം. 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ഇപ്പോഴും മാർച്ച് 29 വരെ 12ാം ഭാവത്തിലാണ് മിഥുനക്കൂറിന് വ്യാഴം മെയ് 14 വരെ 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ചിലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ചിലവൊന്നും തന്നെ ഇവർക്ക് നാളെ ഒരു പാരയാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി, ലാഭം ഉടനെ കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, വീട് നിർമ്മിക്കൽ, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കൽ, അതുപോലെ തന്നെ സ്വന്തം ആരോഗ്യരക്ഷ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് ആയിരിക്കും പണം മുടക്കേണ്ടി വരിക. തീർത്ഥാടനവും അതിൽ ഉൾപ്പെടുത്താം. മെയ്ക്ക് ശേഷമാണ് വ്യാഴം ജന്മത്തിലേക്ക് വരുന്നത്. എന്തായാലും ജനുവരി മാസത്തിൽ 12-ൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥ കൂടുതലായി ചിന്തിക്കണം. വീട്ടുകാർക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഒക്കെ പണം മുടക്കേണ്ടി വന്നേക്കാം. അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാകാം അത്. പൊതുവെ ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ടുപോകാനുള്ള ധനം ഇവരിലേക്ക് എത്തിച്ചേരും. വായ്പ അനുവദിച്ച് കിട്ടും. അതുപോലെ തന്നെ തങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ശത്രുതാ മനോഭാവത്തിൽ നിന്നിരുന്ന ബന്ധുക്കൾ തിരിച്ചു വരികയും അവരിൽ നിന്ന് സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായ സഹകരണമോ ഒക്കെ ലഭിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടത്, ജനുവരി പകുതിക്ക് ശേഷം ഇവരുടെ പിതൃസ്ഥാനീയരായ വ്യക്തികൾക്കോ കാരണവസ്ഥാനത്തുള്ളവർക്കോ ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും നയനരോഗം, ഹൃദ്രോഗം അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ എന്തെങ്കിലുമൊക്കെ അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.
മറ്റൊന്ന്, മേലധികാരികളുമായി തർക്കിക്കാനും അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനും ജനുവരി പകുതിക്ക് ശേഷം സാധ്യത കാണുന്നു. അതുപോലെ തന്നെ 20-ാം തീയതി വരെയും ചൊവ്വയും 2-ലാണ്. അതുകൊണ്ട് വാക്ക് സൂക്ഷിക്കുക. 20-ന് ശേഷം ചൊവ്വ ആത്മസ്ഥാനത്തേക്കാണ് വരുന്നത്, ജന്മസ്ഥാനത്തേക്കാണ് വരുന്നത്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ, അപകട സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെയും ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരു പീരീഡാണത്. ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. ശസ്ത്രക്രിയ ജനുവരി 20-ന് ശേഷം ഉണ്ടാകും എന്ന് കാണുന്നു. സാമ്പത്തികമായിട്ട് വലിയ അല്ലലൊന്നും ഉണ്ടാകില്ല. ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇവർക്ക് ചില ഉത്തരവാദിത്വങ്ങൾ കടന്നു വരുന്നു. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജനുവരി മാസത്തിൽ മിഥുന കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി ഉച്ചയ്ക്ക് കഴിഞ്ഞ്, അതായത് 5-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 6-7 വൈകുന്നേരം, 7-ാം തീയതി പൂർണ്ണമായും അപ്പോൾ ഉണ്ട്, രാത്രിയും കുഴപ്പമൊന്നുമില്ല, 8-9 രാത്രി വരെയും നല്ലതാണ്. അത് കഴിഞ്ഞാൽ 11 ഉച്ച കഴിഞ്ഞ് 12-13 രാത്രി വരെയും, തിരിച്ച് 16 ഉച്ചയ്ക്ക് ശേഷം 17-18 തീയതികളും, അത് കഴിഞ്ഞാൽ 24, 25, 26 രാവിലെ വരെയും, 27, 28 ഉച്ചവരെയും ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളേ ഉള്ളൂ. ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. അതിനനുസരിച്ച് തങ്ങളുടെ മാനസിക നില കൂടുതൽ ശക്തമാക്കുക. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. 11-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും ഇവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കും. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ശുക്രൻ്റെ മാറ്റം 27-ാം തീയതിയാണ്. 27-ാം തീയതിയോട് ശുക്രൻ മീനത്തിലെത്തും, 9-ലാണ്. അതുവരെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, 8-ലെ ശുക്രൻ ദോഷമൊന്നും ചെയ്യില്ല. 6-ലും 7-ലും 10-ലുമേ ചന്ദ്രാൽ ശുക്രൻ ദോഷം ചെയ്യുന്നതായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8-ലെ ശുക്രൻ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിലൊന്നും വലിയ ദോഷം വരുന്നില്ല. അപ്രതീക്ഷിതമായി ജീവിത പങ്കാളിയിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ ധനസഹായം ഉണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കാണുന്നു. അതുപോലെ തന്നെ കുറച്ച് ലാവിഷായിട്ട് ചിലവഴിക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ജനുവരി. പൊതുവേ ഇവരുടെ സാമ്പത്തിക നില കുറച്ച് ഉയരുന്നുണ്ട്. എന്നാൽ ആശങ്കകൾ ഇപ്പോഴും ഇവരെ വിട്ടുമാറുന്നില്ല. തടസ്സങ്ങൾ ഉണ്ടാകും. ആദ്യം എല്ലാം ഒന്ന് ഭയപ്പെടുത്തും, പിന്നീടായിരിക്കും കാര്യങ്ങൾ ഇവർക്ക് ശരിയായി വരിക. അത് പ്രത്യേകം മനസ്സിലാക്കുക. വ്യാഴത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് അത് എന്ന് വിചാരിക്കണം. 9-ലെ രാഹു ഇപ്പോഴും ഇവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന സംഭ്രമജനകമായ ചില അവസ്ഥകൾ മനസ്സിനുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം കരുതലോടുകൂടി ജീവിക്കണം. പലപ്പോഴും ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത, സാമ്പത്തികമായി ഈ നക്ഷത്രക്കാരെ കബളിപ്പിക്കാനുമൊക്കെയുള്ള സാധ്യത ജനുവരി മാസത്തിലും ഉണ്ട്. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ചിലപ്പോൾ വീട്ടിൽ നിന്നൊന്ന് അകന്നു നിൽക്കേണ്ടതായിട്ട് വരാം. ഉഷ്ണം ശരീരത്തിൽ വലുതായി വർദ്ധിക്കുന്നതായി തോന്നും. അതുപോലെ തന്നെ ഹിപ്പിന് താഴോട്ട് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വണ്ണം വയ്ക്കലോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ അരയ്ക്ക് താഴ്പോട്ട് ഉണ്ടാകാനുള്ള സാധ്യത, പാദങ്ങൾ വരെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് പ്രധാനമായും ഇവർ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ജനുവരി മാസത്തിന് ശേഷം ചെറിയ വാക്കുതർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. ഒരുപക്ഷെ അതായിരിക്കാം ഗ്രഹത്തിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥ വരിക. നക്ഷത്രക്കാർ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും, അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്താതെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ കലഹം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കോടതിയിലോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ ഇടപെടലോ ഒക്കെ വേണ്ടി വന്നേക്കാം. എന്തായാലും അത്തരം കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുക. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് കാണുന്നു. 2-ാം ഭാവാധിപൻ പോയി 7-ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നാവ് തന്നെ സൂര്യനായതിനാൽ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അഷ്ടമത്തിൽ ശുക്രൻ ബാക്കി കാര്യങ്ങൾക്ക് ദോഷമൊന്നും ചെയ്യില്ല. എന്നാൽ 8 ശുക്രന് ദാമ്പത്യകാരകത്വം കൂടി ഉള്ളതിനാൽ അത് 8-ൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രധാനമായും ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അത് ആലോചിക്കുക. 10-ാം ഭാവത്തിൽ ഇപ്പോൾ 10-ാം ഭാവാധിപനായ ചൊവ്വയാണ് ഇവർക്കിപ്പോൾ ജന്മത്തിലും ജനുവരി 20-ന് ശേഷം 12-ലും പോകുന്നത്. അതുകൊണ്ട് ശാരീരികമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അപകട സാധ്യതകളുള്ള സന്ദർഭങ്ങൾ, അതുപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ പോയി നിൽക്കുക, അപകട സാധ്യതകളും സാഹസികതകളും ഒക്കെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഒരു പരിചയവുമില്ലാതെ പോയി നിൽക്കുക, ഒരു മുൻ അനുഭവങ്ങളുമില്ലാതെ അത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ഇപ്പോൾ ഇവർക്ക് അപകടമോ മറ്റ് ശാരീരിക അവശതകളോ കൊണ്ട് എത്തിക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക.
ശാരീരികമായി വിശ്രമം ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വിശ്രമം എടുക്കുക. എക്സസൈസും യോഗമുറകളും അഭ്യസിക്കേണ്ടവർ അത് ചെയ്യുക. കൃത്യമായി മെഡിക്കേഷൻ ആവശ്യമുള്ളവർ അതും ചെയ്യുക. അനുസരണ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് വളരെ ആവശ്യമാണ്. അഹങ്കാരം എന്ന് പറയുന്ന കാര്യമാണ് ശനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തത്. ആ ശനി 8-ൽ നിൽക്കുമ്പോൾ അഹങ്കാരത്തിന് കടുത്ത ശിക്ഷ തരും. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. 7-ാം ഭാവാധിപൻ 8-ൽ പോയി നിൽക്കുന്നതിനാൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തതും അതുകൊണ്ട് മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ അങ്ങേയറ്റം കരുതലോടുകൂടി ചെയ്യുക. വരുമാനം എന്തായാലും ഇവർക്കുണ്ടാകും. ഏത് കാര്യത്തിനും പരിഹാരവും ഉണ്ടാകും. പക്ഷേ പരിഹാരത്തിന് അപ്പുറം ദോഷങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു അപകടം വന്നതിന് ശേഷം അതിന് പരിഹാരം ഉണ്ടാകുന്നതിനേക്കാൾ അപകടത്തിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുക എന്ന പ്രമാണം ഇവർ മനസ്സിലാക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസത്തിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1, 2, 3 രാവിലെ 11 മണി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 7 വൈകുന്നേരത്തിന് ശേഷം 8 രാത്രി വരെയും, 8 9-ാം തീയതി രാത്രി വരെയും, 9-ാം തീയതി രാത്രിക്ക് ശേഷവും 10, 11 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ളതാണ്. ശേഷം 14, 15, 16-ാം തീയതി ഉച്ചവരെ, 19, 20, 21 രാവിലെ 10 മണി വരെ, ശേഷം 26 രാവിലെ കഴിഞ്ഞ് 27, 28 ഉച്ചവരെ ഇവർക്ക് സാമാന്യം ഗുണമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കണ്ടകശനി അഷ്ടമത്തിൽ, രാഹു 2-ൽ കേതു, 10-ാം ഭാവത്തിലെ വ്യാഴം, ജനുവരി 20-ന് ശേഷം 11-ലേക്ക് പോകുന്ന ചൊവ്വ. വക്രഗതിയാണ്, പക്ഷേ വക്രഗതിയൊന്നും അത്ര പ്രശ്നങ്ങളല്ല. ശുക്രൻ ഇവർക്ക് 7-ൽ സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞാൽ ജനുവരി മാസം ലാസ്റ്റിൽ, ജനുവരി മാസം 27-ാം തീയതി ശുക്രൻ പോകുന്നത് നേരെ മീനം രാശിയിലേക്കാണ്, ഉച്ചരാശിയിലേക്കാണ്. എന്തായാലും 7-ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. 6ഉം 7ഉം ശുക്രൻ അത്ര നല്ലതല്ല. 7-ാം ഭാവം എന്ന് പറയുമ്പോൾ ദാമ്പത്യ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജീവിത ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ സൂക്ഷിക്കുക. അവർ തമ്മിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, കലഹിക്കാം. കൂട്ടു ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടെ നിൽക്കുന്ന ആളുമായിട്ടുള്ള ആ സഹവർത്തിത്വ മനോഭാവം നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയും ബുദ്ധിപരമായും പ്രായോഗികമായും കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പഠിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, പ്രത്യേകിച്ച് ജനുവരി പകുതിക്ക് ശേഷം 6-ൽ സഞ്ചരിക്കുന്ന സൂര്യൻ എന്തായാലും നല്ലതാണ്. അത് ഇവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ചില കടബാധ്യതകളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ ഒരു പരിധിവരെ അത് മാറ്റും. പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലതയുണ്ടാവും. സന്താനങ്ങൾക്കുണ്ടായിരുന്ന രോഗാവസ്ഥകളോ ആലസ്യമോ ഒക്കെ മാറും. പഠന സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങളിലും അവർക്ക് കുറച്ചുകൂടി മികവുണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ തന്നെ ഉദര സംബന്ധമായ വ്യാധികൾ ചിലപ്പോൾ ഈ ജനുവരി മാസം പകുതിക്ക് ശേഷം ഒന്ന് തലപൊക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അസിഡിറ്റിയോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉള്ളവർ ശ്രദ്ധിക്കണം. ഈ വളരെ എരിവുള്ള, വളരെ കാഠിന്യമേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ജനുവരി പകുതിക്ക് ശേഷം പൊതുവേ ഉദരത്തിന് അസ്വസ്ഥതയുള്ളവർക്ക് അത് മൂർച്ഛിക്കാനിടയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഒപ്പം 7-ൽ കണ്ടകനും അതുപോലെ തന്നെ അഷ്ടമത്തിൽ രാഹുവും നിൽക്കുന്നത് കൊണ്ട് കഷ്ടപ്പെടുത്തും. അതുകൊണ്ട് രോഗാതുരതകളോട് മല്ലിട്ട് ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വന്നേക്കാം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിസർജ്യങ്ങൾ നേരെ പോകാതിരിക്കുക, ശരീരം വിഷലിപ്തമാവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ശരീരത്തിലെ ജലാംശം കുറയാനും സാധ്യതയുണ്ട്. ഉദര സംബന്ധമായി അത് കൂടാനും സാധ്യതയുണ്ട്. എന്നാൽ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ജനുവരി 20-ന് ശേഷം 11-ൽ നിൽക്കുന്ന ചൊവ്വയും ഇവർക്ക് സാമ്പത്തികമായി നേട്ടത്തെ കൊടുക്കും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. വ്യാഴത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതിനാൽ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും വലിയ അല്ലലൊന്നും ഉണ്ടാകില്ല. പ്രവർത്തിക്കുന്നു, അതിനുള്ള പണം കൃത്യമായി കിട്ടുന്നു. പക്ഷേ പണത്തിൻ്റെ ചെലവ് ധാരാളമാണ്. കാരണം 12-ാം ഭാവാധിപനായ ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ആ ചന്ദ്രൻ പലപ്പോഴും തുടക്ക സമയത്തും അവസാന സമയത്തുമൊക്കെ മോശപ്പെട്ട രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കടബാധ്യതയിൽ നിന്നാൽ മോചനം ഇവർക്കുണ്ട് എന്നുള്ള കാര്യവും വലിയ അത്ഭുതകരമാണ്. കുറേ കാലമായി ഇവർ അനുവദിച്ചിരുന്ന വായ്പ, ആ അപേക്ഷകൾ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു അത്തരം അപേക്ഷകളിൽ. അതുപോലെ തന്നെ അവരെ അലട്ടിയിരുന്ന ചില കലഹ പ്രശ്നങ്ങൾ, അതിന് ഒരു മാറ്റമുണ്ടാകുന്നു. ജനുവരി പകുതിക്ക് ശേഷം ദാമ്പത്യ സംബന്ധമായി പ്രശ്നം ഉണ്ടാകും. അത് ജോലിയെ പോലുള്ള കൂട്ടു ബിസിനസ്സോ ഒരുമിച്ചുള്ള സംരംഭങ്ങളോ ഒക്കെ ബാധിക്കാം. എങ്കിൽ പോലും ആ കലഹത്തിനൊക്കെ തന്നെ അന്തിമമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. അതിനൊക്കെ സഹായിക്കുന്നത് 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ്. അതുപോലെ തന്നെ 11-ലെ ചൊവ്വ ഏത് വിഷമഘട്ടങ്ങളിലും പ്രതിസന്ധികളിലും ഊർജ്ജസ്വലമായ മനസ്സോടെ പരിഹാരം കണ്ടെത്താൻ
മുന്നോട്ട് പോകാനുമുള്ള ധൈര്യം അവർക്കുണ്ടാകും. അത് എന്തായാലും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വലിയ അനുഗ്രഹമാവും. ശാരീരികമായി ശ്രദ്ധിക്കണം. ഉദരം, അതുപോലെ തന്നെ സൂര്യൻ്റെ രാശി 5 നിന്ന് 6 വരുമ്പോൾ സന്താനങ്ങൾക്ക് ദോഷം, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ജനുവരി പകുതിക്ക് ശേഷം അതിന് മാറ്റമുണ്ടാകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5-ാം തീയതി ഉച്ചവരെ, അതിനുശേഷം 9-ാം തീയതി രാത്രിക്ക് ശേഷം 10, 11-ാം തീയതി ഉച്ചവരെ, 11, 12, 13 രാത്രി വരെയും നല്ലതാണ്. അതിനുശേഷം 16 ഉച്ച കഴിഞ്ഞ് 17, 18, 21 രാവിലെ 10 മണിക്ക് ശേഷം 22, 23 രാത്രി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 28, 29, 30 സന്ധ്യ വരെയും, 31-ാം തീയതി പകലും ഇവർക്ക് ഗുണമായിട്ടാണ് കാണുന്നത്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം 2-ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 11-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ചൊവ്വ 10-ലേക്ക് വരുന്നു ജനുവരി 20-ന് ശേഷം. ശുക്രൻ 7-ാം ഭാവത്തിലേക്ക് വരുന്നു, ഇപ്പോൾ 6-ലാണ്. 6-ൽ സഞ്ചരിച്ച് 7-ലേക്ക് വരുന്നു. പിന്നെ ബുധൻ്റെ സഞ്ചാരവും ഇവർക്ക് നല്ലതാണ്. ബുധൻ 14-ാം തീയതി 24-നാണ്. 24-ാം തീയതി ബുധൻ ഇവർക്ക് മകരം രാശിയിലേക്ക്, 3-ാം തീയതി ധനുവിലേക്കും, 3-ന് ശേഷം 24-ാം തീയതി, അതായത് ഏകദേശം 21 ദിവസങ്ങൾക്ക് ശേഷം ബുധൻ മകരൻ രാശിയിലേക്ക് 2 സംക്രമണങ്ങളുണ്ട്. അപ്പോൾ ഈ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം 4-ഉം പിന്നെ 5-ഉമാണ് ബുധൻ്റെ നിലകൾ. അതുകൊണ്ട് സ്വാഭാവികമായും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ഒക്കെ ഇവർക്ക് ഗുണമാണ്. സ്കിൻ സംബന്ധമായ എന്തെങ്കിലും അലർജി അസുഖങ്ങൾ കുട്ടികൾക്ക് സന്താനങ്ങൾക്കുണ്ടാകാം, ഈ നക്ഷത്രക്കാർക്കും ഉണ്ടാകാം എന്നത് മാത്രമാണ് ബുധൻ്റേതായ നിലയിൽ ഒരു ദോഷം. ബാക്കി കാര്യങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണമാണ്. ഭാഗ്യസ്ഥാനത്തും കുടുംബസ്ഥാനത്തുമൊക്കെ ശുഭഗ്രഹമായ ഗ്രഹങ്ങൾ നിൽക്കുന്നു. വ്യാഴം ഇവരെ സംബന്ധിച്ചിടത്തോളം 9 എന്ന ഭാവത്തിലായതിനാൽ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു അവസ്ഥ ഇവരിലേക്ക് ഇപ്പോഴുമുണ്ട്. 10-ാം ഭാവത്തിലും 11-ലും 10-ലുമായി സഞ്ചരിക്കുന്ന ചൊവ്വയുടെ അനുഗ്രഹവും ഇവർക്ക് നല്ലതാണ്. സ്വാഭാവികമായും ധനപരമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത, ജോലിയോടുള്ള ഇവരുടെ മതിപ്പ്, ആഭിമുഖ്യം ഇതൊക്കെ വർദ്ധിക്കുന്നു. 6-ലും 7-ലുമായി സഞ്ചരിക്കുന്ന ശുക്രൻ അത്ര ഗുണം ചെയ്യില്ല ജനുവരി മാസത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ അത്ര ഗുണം ചെയ്യില്ല. 7-ലെ ശുക്രൻ ബാക്കി ഗുണങ്ങളെല്ലാം കൊടുക്കും. ശൃംഗാരാദി വിഷയങ്ങളിൽ താല്പര്യം കുറയുമെന്നതേ ഉള്ളൂ. അതൊരു പക്ഷേ കലഹമോ പ്രശ്നങ്ങളോ മാറി നിൽക്കലോ ഏകാന്തവാസമോ ഒക്കെ കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിത പങ്കാളിക്ക് അസുഖമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ള ചില നിരാശയും പ്രശ്നങ്ങളുമൊക്കെ ആകാം. എന്നാൽ പോലും പൊതുവെ ബാക്കി കാര്യങ്ങളിൽ കഴിവ്, പണം, ജോലിയിലെ താല്പര്യം, ജോലിയോടുള്ള മമത, ജോലിയോടുള്ള വൈകാരികവും ബുദ്ധിപരവുമായ അടുപ്പം ഒക്കെ തന്നെ വർദ്ധിക്കും. അതൊന്നും ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചിടത്തോളം പുളിച്ചു തകട്ടലിൻ്റെ അസുഖമോ പ്രശ്നങ്ങളോ ഉള്ളവർക്ക്, ഉദരസംബന്ധമായ എന്തെങ്കിലും അവശതകൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും ചില പ്രത്യേക ഭക്ഷണത്തോട് അലർജി ഉള്ളവർക്കൊക്കെ അല്പം സൂക്ഷിക്കണമെന്നേ കാണുന്നുള്ളൂ. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇവർക്ക് ഗുണമാണ്. പൊതുവേ മാതാവിന് ചെറിയ അവശത, കണ്ണിനോ തലയ്ക്കോ അല്ലെങ്കിൽ ഈ ഓരോ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന സന്ധിവേദനയും റുമാറ്റിക് സംബന്ധമായ കാര്യങ്ങളും ഒക്കെ അല്പം മൂർച്ഛിക്കാനിടയുണ്ട്. സന്താനങ്ങൾക്കും അല്പം ദോഷം കാണുന്നു, പ്രത്യേകിച്ച് ജനുവരി 24-ന് ശേഷമൊക്കെ. എന്നാൽ പൊതുവേ അത് അലർജി അസുഖങ്ങളാണ്, അതിനൊക്കെ പരിഹാരമുണ്ട്. എന്നാൽ പഠന സംബന്ധമായ കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഗുണമാണ് കാണുന്നത്. ഈ നക്ഷത്രക്കാർക്കും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ തങ്ങളുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ടുള്ള മത്സര പരീക്ഷകളിലോ ഒക്കെ ഗുണമാണ് കാണുന്നത്, പ്രത്യേകിച്ചും ജനുവരി പകുതിക്ക് ശേഷം. അതുകൊണ്ട് പൊതുവേ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും പ്രവർത്തനവുമായി തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഗുണം കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ദോഷം എന്ന് പറയാവുന്നത് കുടുംബ ബന്ധങ്ങളിലാണ്, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏത് മേഖലയിൽ ചെയ്യുന്നുവോ അവിടെയാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാരുമായും, ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാരുമായും, അതുപോലെ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീകളുമായുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം. എന്ന് പറയുമ്പോൾ കൂട്ടാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ജീവിത പങ്കാളി അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. എന്നാലും പൊതുവേ ഇവരുടെ കാര്യങ്ങളിൽ അനുഗ്രഹം ഉണ്ട്, പ്രത്യേകിച്ച് വരുമാനത്തിൻ്റെ കാര്യത്തിലും തൊഴിൽ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും. ഇവരെ സംബന്ധിച്ചിടത്തോളം, കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തിലെ താരതമ്യേന മേന്മയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 3-ാം തീയതി 1 മണിക്ക് ശേഷം, 3-ാം തീയതി 11 മണിക്ക് ശേഷം 4, 5, 6, 7 വൈകുന്നേരം വരെയും,
11-ാം തീയതി ഉച്ച കഴിഞ്ഞ് 12, 13 രാത്രി തിരിച്ച് 14, 15, 16 ഉച്ച വരെയും ഗുണമാണ്. ശേഷം 19, 20, 21 രാവിലെ 10 മണി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 24-ാം തീയതി 25, 26 രാവിലെ വരെയും ഇവർക്ക് ഗുണമുള്ള ദിവസങ്ങൾ. ജനുവരി മാസത്തെ ഏറ്റവും അവസാന ദിവസം 30-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 31 ഇവർക്ക് ഗുണമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം, അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ തന്നെ 10-ൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ചൊവ്വ 9-ലേക്ക് വരുന്നു, ബുധൻ 3-ലും 4-ലുമായി സഞ്ചരിക്കുന്നു, ശുക്രനാവട്ടെ 5-ലും മാസ അവസാനത്തോടു കൂടി 6-ലേക്കും പോകുന്നു. സൂര്യൻ്റെ നിലയും 3-ൽ നിന്നും 4-ലേക്ക് ജനുവരി പകുതിയോടുകൂടി. അപ്പോൾ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനക്കുറവ്. ബുധനും ആദ്യത്തെ കുറച്ചുനാൾ പ്രശ്നത്തിലാണ്, പിന്നീട് അങ്ങോട്ട് ബുധൻ ഗുണത്തെ ചെയ്യും. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ബുധൻ്റെ അനുഗ്രഹമുണ്ടാവും. ശുക്രൻ ഏകദേശം ജനുവരി 24 വരെയും ഇവർക്ക് ഗുണത്തെ കൊടുക്കും. കാരണം ശുക്രൻ്റെ നില 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം, ഭാഗ്യം, പ്രവർത്തനങ്ങളിൽ ഇവരുടെ ബുദ്ധിശക്തിയും ക്രിയാത്മക ശക്തിയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സാമ്പത്തിക നേട്ടമായി മാറുന്നു. ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന വിള്ളൽ അകലുന്നു. എന്നാൽ ജനുവരി അവസാന വാരം അതത്ര നല്ലതുമല്ല. ജനുവരി അവസാന വാരത്തിൽ ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരാം. ഒരു യാത്രയൊക്കെ കാണുന്നുണ്ട്, മാറി നിൽക്കാം. മറ്റൊരിടത്ത് സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നതായി കാണുന്നു. മറ്റൊരു പ്രധാന വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ഇവർക്ക് ഈശ്വരാധീന കുറവുണ്ടാകുമെന്നുള്ളിടത്താണ്. ചില അബദ്ധങ്ങൾ കാണിച്ചേക്കാം. ചിലപ്പോൾ എല്ലാം കയ്യെത്തും ദൂരത്തായതിനു ശേഷവും നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നതിനാൽ വിഷ്ണു പ്രീതി വരുത്തേണ്ടത് വളരെ ആവശ്യമാണ് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി വിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയോ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ജപിക്കുകയോ ചെയ്യാം. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പലരും ഈ വിധ പ്രശ്നങ്ങളാൽ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട് എന്നുള്ളത് അറിവായതുകൊണ്ട് പറയുകയാണ്. ബാക്കി ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്ന നല്ല സ്ഥലങ്ങളിൽ നിന്ന് മോശാവസ്ഥകൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പൊന്നും തരാൻ സാധിക്കില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം വിഷ്ണുവിൻ്റെ അംശമായ ബൃഹസ്പതി 8-ൽ പോയി നിൽക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഇവർക്ക് ഭാഗ്യം തടയപ്പെടാം. ഭാഗ്യമുണ്ടെങ്കിൽ ഏത് ദുർബലനും ഏത് മോശാവസ്ഥയിലും രക്ഷപ്പെടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഭാഗ്യമാണ് അനുകൂലമല്ലാതെ നിൽക്കുന്നത്. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. മെയ് 14-ാം തീയതി മാത്രമാണ് അത് 9-ലേക്ക് വരിക. ഇപ്പോൾ മറ്റൊരു ഭാഗ്യസ്ഥാനമായ 5-ലും തുലാക്കൂറിന് ശനിയാണ്. 5ഉം 9ഉമാണ് ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും രാശികൾ. അവിടെ പാപഗ്രഹങ്ങൾ നിൽക്കുക അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങൾ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുക അത് ദോഷമാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്നാൽ 6-ൽ നിൽക്കുന്ന രാഹു കടബാധ്യതയിൽ നിന്ന് മോചനവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത കാണിക്കുവാനും ഇവരെ സഹായിക്കുന്നു. ഉദരരോഗം ഉണ്ടാകാം, ശത്രുക്കളുടെ വിമർശനങ്ങളും ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ത്വര 5-ലെ ശുക്രൻ ഇവർക്ക് സമ്മാനിക്കും. ബുധനും മാസത്തിൻ്റെ അവസാന വാരത്തിൽ കൂടുതലായി ഇവർക്ക് ഗുണത്തെ ചെയ്യും. കൂടുതൽ സന്മനോഭാവത്തോടു കൂടി കുടുംബത്തിൽ നിൽക്കുവാനും കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും സ്വന്തം സന്താനങ്ങളെ കൂടുതൽ പരിപാലിക്കുവാനും അവർക്ക് വേണ്ടി ധനം സമാഹരിക്കുവാനുമൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ പൊതുവേ ഗുണമാണ് ഈ തടസ്സങ്ങൾക്കൊക്കെ ഇടയിലും. വലിയ നേട്ടങ്ങൾ നഷ്ടപ്പെട്ട് ചെറിയ വിജയങ്ങൾ ഇവർക്കിപ്പോൾ ആസ്വദിക്കാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് 6, 7, 8, 9 രാത്രി വരെയും, അത് കഴിഞ്ഞാൽ 14, 15, 16, 17, 18-ാം തീയതി വരെയും, ശേഷം 21 രാവിലെ 10 മണി കഴിഞ്ഞ് 22, 23, 26 രാവിലെ തൊട്ട് 27, 28 ഉച്ചവരെയും, ശേഷം ഇത്രയും ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളാണ് ജനുവരി മാസത്തിൽ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവർക്ക് രാശി മാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ശുക്രൻ ഇവർക്ക് 4-ൽ നിന്ന് 5-ലേക്ക് പോകുന്നു. 5 ഉച്ചരാശിയാണ് ശുക്രൻ്റെ. അപ്പോൾ 4 ഇവർക്ക് കുടുംബം രൂപീകരിക്കുവാനും ഏത് സദസ്സിൽ പോയി നിന്നാലും തങ്ങളുടെ വാക്കുകൾക്ക് വില കിട്ടുവാനും കൂടുതൽ മേന്മയോടുകൂടി പല കാര്യങ്ങളിലും ഇടപെടുവാനും മാതാവിൻ്റെയും മാതൃകുടുംബത്തോടും സഹാനുഭൂതിയോടുകൂടിയും സ്നേഹത്തോടും കൂടിയും സഹകരിക്കുവാനും
തങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ടായിരുന്ന ചില കാലതാമസങ്ങൾ മാറുവാനും ഒക്കെ, പ്രത്യേകിച്ച് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുവാനും, അതുപോലെ പൊതുവേ തന്നെ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ് രംഗമായാലും തൊഴിൽ രംഗമായാലും അവിടെയൊക്കെ സൗമ്യതയുടെയും വിജയത്തിൻ്റെയും അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കുവാനും ഇവർക്ക് സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. പൊതുവെ സാമ്പത്തികമായ നേട്ടം, യാത്രയിൽ വിജയം, പ്രവർത്തനങ്ങളിൽ വിജയം, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള കാര്യങ്ങളിൽ അനുകൂലമായ അറിവുകൾ ലഭിക്കൽ, കുടുംബത്തിൽ ഏറ്റവും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥ, മാതാവുമൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥ, ജീവിത പങ്കാളിയുമൊത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള സന്ദർഭം, ഇതെല്ലാമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജനുവരി മാസം. മോശാവസ്ഥകളില്ല എന്നല്ല, സന്താനങ്ങൾക്ക് സ്കിൻ സംബന്ധമായ അസുഖമോ ശ്വാസകോശ സംബന്ധമായ അലർജി അസുഖങ്ങളോ ഉണ്ടാകാം. ഭയം, ആശങ്ക ഇത് അവരെ വല്ലാതെ അലട്ടുകയും അത് വിദ്യാ സംബന്ധമായ കാര്യങ്ങൾക്ക്, പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഈ വ്യക്തികൾ, ഈ നക്ഷത്രക്കാർ, അതായത് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അവരുടെ പ്രവർത്തന രംഗങ്ങളിൽ കൂടുതൽ ബുദ്ധിശക്തിയും ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കാനും സാധിക്കുന്നതുകൊണ്ട് പൊതുവെ അവരുടെ കർമ്മരംഗം ശോഭിക്കുന്നു. കഴിഞ്ഞ കുറേ നാളിന് ശേഷം മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും അനുമോദനങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ ഇവർക്ക് സാധിക്കുന്നു. യാത്ര ഗുണകരമായിട്ട് വരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷം അവസ്ഥകൾ എന്ന് പറയാവുന്നത് പ്രധാനമായും സൂര്യൻ്റെ 2ലെ നില ജനുവരി പകുതി വരെ, മുഖം ശ്രദ്ധിക്കണം, നയനം ശ്രദ്ധിക്കണം, തലമുടിയുടെ ഭാഗങ്ങൾ, തലയിലെ സ്കിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കണം. പിതാവുമായി സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത, സംഘർഷം എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, സ്വത്ത് സംബന്ധമായോ ജോലിയിൽ മേലധികാരികളുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ അലസിപ്പോകാനുള്ള സാധ്യതയും വിരളമല്ല. പ്രശംസയും അനുമോദനവും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും കിട്ടുമെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. 2ാം ഭാവത്തിലെ സൂര്യൻ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. 2 ജോലി കൂടിയാണ്. അപ്പോൾ രക്ഷാകർതൃസ്ഥാനം, അധികാരികൾ, ഇവരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഇവർക്കിപ്പോൾ സാമ്പത്തികമായിട്ട് കൂടുതൽ മുന്നേറ്റമുണ്ടാകും. കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായി എന്തെങ്കിലും ന്യൂനത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകും. കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നുണ്ട്. തിരികെ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ചില വസ്തുക്കൾ ഇവർക്കിപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നു. വിവാഹ സംബന്ധമായ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 രാവിലെ 11 മണി വരെ നല്ലതാണ്. ശേഷം 7 വൈകുന്നേരത്തിന് ശേഷം 8, 9 രാത്രി വരെയും, അത് കഴിഞ്ഞാൽ 9-ാം തീയതി രാത്രിക്ക് ശേഷവും 10, 11 ഇവർക്ക് ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 16 ഉച്ച കഴിഞ്ഞ് 17, 18, 19, 20, 21 രാവിലെ 10 മണി വരെ ഗുണകരമാണ്. ശേഷം 24, 25, 26 രാവിലെ വരെയും, പിന്നെ 28 ഉച്ച കഴിഞ്ഞ് 29, 30 സന്ധ്യ വരെയും വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മേന്മയുള്ള ദിവസമാണ് താരതമ്യേന. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ 6ലാണ് വ്യാഴം. വ്യാഴം ഈശ്വരാധീനം ഏറ്റവും കൂടിയ ഗ്രഹമായതിനാൽ 6ൽ പോയി നിൽക്കുമ്പോൾ ആശങ്കകളും ചെയ്തു തീർക്കാൻ ബാക്കി ഉണ്ടാക്കി വയ്ക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും അപൂർണത സംഭവിക്കലും അത്തരം കാര്യങ്ങളാൽ മനസ്സ് വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തൊഴിൽ രംഗത്തിനെയാണ് അത് കൂടുതൽ ബാധിക്കുക. കാരണം 10ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനക്കുറവ് അല്ലെങ്കിൽ ഭാഗ്യക്കേട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴായിട്ട് ധനുക്കൂറിൻ്റെ പറഞ്ഞിട്ടുണ്ട്, രാഹു കേതുക്കളുടെ സാന്നിധ്യം 10ാം ഭാവത്തിലും 4ാം ഭാവത്തിലും വരുന്നുണ്ട്. കേതുവിനെ രാഹുവും നോക്കുകയും 4ഉം 10ഉം ഭാവങ്ങൾ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ കുടുംബം നിൽക്കുന്ന ഇടങ്ങൾ, സമൂഹവുമായി ബന്ധപ്പെട്ടോ സൗഹാർദ്ദങ്ങളുമായി ബന്ധപ്പെട്ടോ നിൽക്കുന്ന ഇടങ്ങൾ, അപ്പോൾ ജോലിസ്ഥലവും ഒരുപാട് വ്യക്തികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് സഹകരിച്ച് പോകേണ്ട ഒരു ഇടമായതിനാൽ അവിടെയും 4ഉം 10നും ഒരു കോമ്പിനേഷനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ രാഹുവിൻ്റെ സ്വാധീനം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില ഫോർമുലകളായിരിക്കും സൗഹൃദങ്ങൾക്കിടയിൽ വരിക. ആരാണ് തങ്ങളെ ഉപദ്രവിക്കുക, പാരവയ്ക്കുക എന്നൊന്നും ഇവർക്ക് അറിയാൻ സാധിക്കില്ല. ഏതോ ഒരു വിമർശനത്തിൻ്റെ കണ്ണ് അല്ലെങ്കിൽ ഏതോ ഒരു ശത്രുതയുടെ കൈ ഇവരുടെ പുറകെ നീളുന്നു എന്നൊരു അവസ്ഥ, ഒരു ശങ്ക ഇവർക്ക് എപ്പോഴും ഉണ്ടാകും. ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് ചെറുതായിരിക്കാം, ചിലപ്പോൾ വലുതായിരിക്കാം. എന്നാലും അതൊക്കെയും ഇവരെ ആശങ്കപ്പെടുത്തും. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലയിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഇവർക്കുണ്ടാകും.
ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ആശങ്കകൾക്കപ്പുറം വേറൊന്നും സംഭവിക്കില്ല എന്നത് ഇവർക്ക് തൽക്കാലം ഓർക്കാൻ സാധിക്കുന്നില്ല. ഒരാൾ ഭയപ്പെടുമ്പോൾ അത് ഭയം തന്നെയാണ്. ഇനി എന്തെല്ലാം പറഞ്ഞാലും ആശ്വസിപ്പിച്ചാലും ഭയപ്പെടുന്ന ആ നിമിഷത്തിൽ അയാൾക്കൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ഒരാൾ ചേർത്ത് പിടിക്കാതെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ഒറ്റപ്പെടലും വിഷമവും ഉണ്ടാകുക തന്നെ ചെയ്യും. അത് സ്വാഭാവികമായിട്ടും ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും മാർച്ച് മാസം കഴിയുന്നതോടുകൂടി ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർ രക്ഷപ്പെടും. ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. കണ്ടകശനി വരുന്നുണ്ട്, എന്നാൽ പോലും ശനിയുടെ 10ലേക്കുള്ള ദൃഷ്ടിയും അല്ലെങ്കിൽ 4ലെ നിലയും പലപ്പോഴും അവരുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയും കൂടുതൽ തിരക്ക് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിശേഷം. മേയോടുകൂടി വ്യാഴവും മാറുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അടുത്ത വർഷം, അതായത് ഈ ജനുവരിക്ക് ശേഷമുള്ള മാസങ്ങൾ ഇവർക്ക് ഗുണകരം. മാർച്ച് തൊട്ടങ്ങോട്ട് വലിയ ദോഷങ്ങൾ ഉണ്ടാകില്ല. മാർച്ച് അവസാനത്തിന് ശേഷം മെയ്ക്ക് പകുതിക്കും ശേഷം കുറച്ചുകൂടി കാര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് പൂർണ്ണത ഇപ്പോൾ കൈവരിക്കാൻ സാധിക്കില്ലെങ്കിലും വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ വിദേശത്തോ ജോലി ചെയ്യുന്നവർക്ക് ചില അതൃപ്തികൾ ഉണ്ടാകും. പക്ഷേ അതൊക്കെ മാറുന്നതാണ്. ബുധൻ ഇവർക്കിപ്പോൾ തുടക്കത്തിൽ ജന്മത്തിലും അത് കഴിഞ്ഞാൽ 2ലും സഞ്ചരിക്കുന്നത് കൊണ്ട് മയത്തോടുകൂടിയും പക്വതയോടുകൂടിയും സംസ്കാര സമ്പന്നമായും ഇവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളിലും ഇവർ രക്ഷപ്പെടും. സാമ്പത്തികമായ നേട്ടമുണ്ടാവും. ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിലെ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറം ഇവർക്ക് പ്രശംസയും അതുപോലെ തന്നെ യഥാർത്ഥ അധികാരികളിൽ നിന്ന് ഇവർക്ക് അനുകൂലമായ മനോഭാവവും ഉണ്ടാകും. അതുകൊണ്ട് പൊതുവേ ഉള്ള ആശങ്കകൾക്കപ്പുറം വലിയ നല്ല കാര്യങ്ങൾ ഇവരിലേക്ക് വരുന്നു, വിജയം വരുന്നു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആരോഗ്യ സംബന്ധമായി ഇവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മാറിടം, അതുപോലെ തന്നെ ഈ ഹൃദയവും അതുപോലെ തന്നെ ഉദരവുമായി സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഉണ്ടാകാവുന്ന ചില അസ്കിതകളാണ്. ശ്വാസം മുട്ടൽ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാം. ഒരുപക്ഷെ ഈ ആശങ്കകൾ ഉണ്ടാക്കുന്ന അവസ്ഥ ശരീരത്തിൽ അഡ്രിനാലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനായി വരികയും ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള വിമ്മിഷ്ടങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യാമെന്ന് സയൻസ് പറയുന്നുണ്ട്. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. ആശങ്കകൾ ഉപേക്ഷിക്കുക. പൂർണ്ണമായും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആ പാദങ്ങളിലെല്ലാം അർപ്പിച്ചാൽ പിന്നെ ആരാണ് നിങ്ങളെ ഭയപ്പെടുത്താൻ? അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ധനുക്കൂറിനോട് പറയാനുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിലെ നല്ല ദിവസങ്ങൾ, അതുപോലെ അഷ്ടമത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നുണ്ട്. ആ ചൊവ്വ ജനുവരി 20-ന് ശേഷം 7-ലോട്ട് വരും. കലഹം, ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ, വിള്ളൽ, അപകട സാധ്യത ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ജീവിത പങ്കാളിക്കും അതുണ്ടാകാം. ജീവിത പങ്കാളിയുമായി തെറ്റി നിൽക്കാം. ഈ നക്ഷത്രക്കാർക്ക് തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ശാരീരിക അപകടമോ രോഗമോ ഒക്കെ ഉണ്ടാകാം. ശസ്ത്രക്രിയ നേരിടേണ്ടതായി വരാം. തിരിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരാണെങ്കിൽ അവരുടെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് ഭീതികരമായ ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുറകോട്ട് സഞ്ചരിച്ച് ജനുവരി 20-ന് ശേഷം 7-ലോട്ടാണ് വരുന്നത്. അപ്പോഴും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 3-ാം തീയതി 11 മണിക്ക് ശേഷം 4, 5-ാം തീയതി ഉച്ചവരെ, അത് കഴിഞ്ഞാൽ 9 രാത്രിക്ക് ശേഷം 10, 11 ഉച്ചവരെ. 11 ഉച്ച കഴിഞ്ഞും ഇവർക്ക് ഗുണം തന്നെയാണ്. 12, 13 രാത്രി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഗുണമെന്ന് പറയുന്നത് 19, 20, 21-ാം തീയതി രാവിലെ 21, 22, 23 രാത്രി വരെയും ഗുണമാണ്. ശേഷം 26 രാവിലെ തൊട്ട് ഏകദേശം 27, 28 ഉച്ച വരെയും, തിരിച്ച് 30 സന്ധ്യ കഴിഞ്ഞ് 31 വരെയും, 31 പൂർണ്ണമായും ധനുക്കൂറിന് ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഇവരുടെ 12-ാം ഭാവത്തിൽ 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബുധൻ അത് കഴിഞ്ഞ് തിരിച്ച് ഇവർക്ക് 12-ലോട്ട് വരുന്നു. അതായത് ബുധൻ 2 മാറ്റങ്ങളാണ്. 3-ാം തീയതി ബുധൻ ധനുവിലേക്കും 24-ന് ബുധൻ മകരത്തിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ 12, അത് കഴിഞ്ഞാൽ പിന്നെ ജന്മം, അങ്ങനെ 2 ബുധൻ്റെ മാറ്റം. ശുക്രനാണെങ്കിൽ 27-ന് മീനത്തിലേക്ക് പോകുന്നു, 3-ാം ഭാവത്തിലേക്ക് പോകുന്നു. 27 വരെ 2-ലാണ് സഞ്ചാരം. ശുക്രൻ്റെ 2-ലെ സഞ്ചാരം ഗുണകരമാണ്. 12-ലെ ബുധനും ഇവർക്ക് ഗുണകരമാണ്. വിദ്യാസംബന്ധമായ കാര്യങ്ങളിലും തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലുമൊക്കെ ഇവർക്ക് ഗുണം കാണുന്നു. വീട്ടിൽ അഴിച്ചുപണികൾ നടക്കാം. അതുപോലെ തന്നെ ഭാഗ്യം ഇവരെ അനുകൂലിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും അവരുടെ വിദേശത്തുള്ള പഠന സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്ന ഒരു പീരീഡാണ് ഈ മാസവും. വീട്ടിന് അറ്റകുറ്റപ്പണി നടത്താം, അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളും അറിയിപ്പുകളും ഉണ്ടാകാം. കുറച്ചുകൂടി സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതായി കാണുന്നു. തൊഴിലിൽ ചെറിയൊരു ഉന്നതി കിട്ടാൻ സാധ്യത, തൊഴിൽപരമായി നേട്ടവും സാമ്പത്തികമായി ഉയർച്ചയും ഉണ്ടാകാം. ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നതിനാൽ ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. മുറയ്ക്കെടുക്കുക, 1, 2, 3, 4 വട്ടമൊക്കെ എടുത്ത് പരാജയപ്പെട്ടാലും ഈ നേടിയവരൊക്കെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം എടുത്ത് അടിക്കുക അതീവ ഭാഗ്യവാന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അല്ലാത്തവർക്കൊക്കെ അതിൻ്റെ പിന്നിലൊരു അധ്വാനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതെടുക്കുക എന്നുള്ള അധ്വാനം തന്നെയാണ്. എടുത്ത അന്ന് തന്നെ അടിക്കണം എന്നൊന്നുമില്ല. ഭാഗ്യം അനുകൂലിച്ച് നിൽക്കുന്നതിനാൽ തീർച്ചയായിട്ടും മെയ് മാസം അവസാനം വരെയും ഇവർക്ക് ഇതിനു വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അതുപോലെ 2ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന ഈ ഒരു മാസം 27 വരെയും ഇവർക്ക് അനുകൂലമായിട്ട് ശുക്രൻ്റെ സ്ഥിതിയും കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇവർക്ക് പല കാര്യങ്ങളിലും ഗുണം കാണുന്നു. ജോലി സംബന്ധമായും ധനസംബന്ധമായും ഉയർച്ച കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് കാണുന്നു. തങ്ങളുടെ കലാപരമായ പ്രവർത്തനങ്ങൾ, തങ്ങൾക്കുണ്ടാകുന്ന സിദ്ധികൾ, കഴിവുകൾ ഇതൊക്കെ ഉപയോഗിച്ച് ഇവർക്കിപ്പോൾ ധനമുണ്ടാക്കാൻ സാധിക്കുന്നു. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടാം. അങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ശുക്രൻ ഇവർക്ക് 7-ൽ നിന്നത് 6-ലോട്ടാണ് മാസത്തിൻ്റെ 20-ാം തീയതിയോടുകൂടി പോകുന്നത്. പുറകോട്ടാണ് സഞ്ചാരം. പക്ഷേ 6-ലെ ചൊവ്വയുടെ നില കുറച്ച് ഭേദമാണ്. കഴിഞ്ഞ കുറേ കാലമായി തുടങ്ങാനിരുന്ന കാര്യങ്ങൾ തുടങ്ങാം. സാമ്പത്തിക നേട്ടം, വായ്പ അനുവദിച്ച് കിട്ടുക, കടബാധ്യതയിൽ നിന്നും മോചനം, ഉദര രോഗങ്ങളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി, ചിലപ്പോൾ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്നേക്കാം. ശത്രുക്കളുടെ വായടയ്ക്കുന്ന രീതിയിൽ ഉള്ള അനുഭവങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടത് സഹോദര സ്ഥാനത്തുള്ളവർക്കോ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനത്തുള്ളവർക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവേ ഗുണകരം ആണ് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജനുവരി മാസം. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. 1, 2, 3-ാം തീയതി രാവിലെ 11 മണി വരെ, 5-ാം തീയതി ഉച്ച കഴിഞ്ഞ് 6, 7 വൈകുന്നേരം വരെ, 11 ഉച്ച കഴിഞ്ഞ് 12, 13, 14, 15, 16 ഉച്ചവരെയും, ശേഷം 21 രാവിലെ 10 മണിക്ക് ശേഷം 22, 23 രാത്രി, 24, 25, 26 രാവിലെ വരെയും ഗുണമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 28 ഉച്ച കഴിഞ്ഞ് 29, 30 സന്ധ്യ വരെയും മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുകൂല ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ, ആദ്യത്തെ 3 പാദങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലെ വ്യാഴവും 27-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനും, തുടക്കത്തിൽ 11-ലും പിന്നെ 12-ലും വരുന്ന ബുധനുമാണ്. ബുധൻ 11-ൽ ഗുണവാനാണ് വളരെ, 12-ൽ ദോഷമൊന്നും വലുതായിട്ട് ചെയ്യുകയുമില്ല. മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവാണ്. അതുകൊണ്ട് 12-ലെ ബുധൻ വലിയ ദോഷമില്ല. അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണത്തെ കൊടുക്കും. പ്രത്യേകിച്ച് ശുക്രൻ ജന്മത്തിൽ നിന്നാൽ ഇവർ എവിടെ നിൽക്കുന്നുവോ അവിടെ ഭാഗ്യം വരുമെന്നാണ്, സമ്പത്ത് വരുമെന്നാണ്, ഇവരെ ചുറ്റിപ്പറ്റി ആകർഷണീയമായ വ്യക്തിത്വം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെയും ഈ ജനുവരി മാസത്തിൻ്റെ മുക്കാൽ ദിവസങ്ങളോളം ഇവരെ അനുഗ്രഹിക്കുമെന്ന് തന്നെ കരുതണം. അതുപോലെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം കണ്ടകവ്യാഴൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ പൊതുവെ ഗുണത്തെ കൊടുക്കും. വാഹനവുമായി ബന്ധപ്പെട്ട് ഗുണമൊക്കെ ഉണ്ടാകും. പക്ഷേ വാഹനം വളരെ സൂക്ഷിച്ച്, പ്രത്യേകിച്ചും മാതാവുമൊത്ത് സഞ്ചരിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കണം. മാതാവിന് ശാരീരികമായ അവശത എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മുഖം വളരെ ശ്രദ്ധിക്കണമെന്ന് ഈ മാസവും പറയുന്നു. കാരണം രാഹുവും കേതുവും 2-ാം ഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. വാക്കും വളരെ ശ്രദ്ധിക്കണം. ആലോചിക്കാതെ പറയുന്ന മറുപടികൾ, അതുപോലെ തന്നെ ചിലപ്പോൾ ഓർക്കാതെ പറയുന്ന ചില വാക്കുകൾ, ഇതൊക്കെ തന്നെ വലിയ കോലാഹലങ്ങൾക്കിടവരുത്തുമെന്ന് കാണുന്നു. തങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളും മാനങ്ങളുമൊക്കെ പലരും വാക്കുകൾക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. ആ തലത്തിൽ വിഹരിക്കുന്നവർക്കും ആ തരത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തരവാദിത്തമുള്ളവർക്കുമൊക്കെ തന്നെ ലൂസ് ടോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുമതി ചിലപ്പോൾ അവരുടെ പൊസിഷൻ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനൊക്കെ കാരണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ മുഖത്തിൻ്റെ ശാരീരികമായ ദോഷങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലോഹമിശ്രിതങ്ങൾ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ, ഇതുപയോഗിച്ചുള്ള ലേപനങ്ങൾ, ഇതൊക്കെ മുഖത്ത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അലർജി അസുഖങ്ങളോ സ്കിൻ സംബന്ധമായ പ്രോബ്ലങ്ങളോ ഉണ്ടാകാം. മുഖവുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ ഒരുപാട് അവയവങ്ങൾ വരുന്നുണ്ട്. മൂക്ക്, കണ്ണ്, വായ്, നാക്ക്, പല്ല്, ചെവി,
തലമുടി, നെറ്റി എല്ലാം വരുന്നു. ഇത് ഈ കൺപുരുക്കങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങൾ മുഖത്ത് വരുന്നതിനാൽ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇഴജന്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷുദ്രജീവികളിൽ നിന്ന് കടിയേൽക്കാനുള്ള സാധ്യതയും വിഷം, അലർജി ഇതൊക്കെ ഈ ഭാഗത്തുണ്ടാകാനും സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അഷ്ടമ രാശിയിലാണ് കേതു സഞ്ചരിക്കുന്നത്. തടസ്സങ്ങളുണ്ടാകാം. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ പരിഹാരമുണ്ട് എന്നും ധ്വനി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ സാമ്പത്തികമായിട്ട് ഇവർക്ക് ദോഷമൊന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് ശുക്രനും അതുപോലെ വ്യാഴവും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അത് അനുഗ്രഹം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസത്തിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 3-ാം തീയതി 11 മണിക്ക് ശേഷം 4-5 ഉച്ചവരെ, 5-ാം തീയതി ഉച്ചവരെ, 7-ാം തീയതി വൈകുന്നേരത്തിന് ശേഷം 8, 9-ാം തീയതി രാത്രി വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 14, 15, 16 ഉച്ചവരെ, 16 ഉച്ച കഴിഞ്ഞും 17, 18 ഗുണമാണ്. ശേഷം 24, 25, 26, 27, 28 ഉച്ചവരെയും 30-ാം തീയതി സന്ധ്യയ്ക്ക് ശേഷം 31 പകലും ഇവർക്ക് ഗുണമാണ്. കൂടുതൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ പതുങ്ങിയിരിക്കലാണ്. അപ്പോൾ സാമ്പത്തികം, ധനകാരകനായ വ്യാഴം 3-ൽ ഒതുങ്ങിപ്പോയാൽ സാമ്പത്തിക കാര്യങ്ങളിൽ പമ്മലുണ്ടാകുമെന്നാണ്. അതായത് ഒരു പണം തരുന്ന ധൈര്യം ഇവർക്ക് ഇപ്പോഴുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ബാക്കി ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൊണ്ട് വേണം സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവർ മുന്നേറാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം 12-ൽ ശുക്രൻ സഞ്ചരിക്കുന്നുണ്ട്. അത് 27-ാം തീയതിയോടുകൂടി ജന്മത്തിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇവർക്കുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഇവർക്ക് സൂര്യൻ 11-ൽ വരുന്നതിനാൽ സാമ്പത്തികമായ നേട്ടം അധികാരങ്ങളിൽ നിന്നും ജോലിയിൽ നിന്നും പല ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ വരാം. ബുധനും അതുപോലെ തന്നെ അവസാനത്തോടു കൂടി 11-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതിന് തൊട്ട് മുമ്പ് 10-ആണ്. 10-ലും 11-ലും ബുധൻ 11-ലൊട്ടും ദോഷം ചെയ്യില്ല. 10-ലും താരതമ്യേന ബുധൻ ഗുണമാണ്. അതുകൊണ്ട് ഇവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ ഗുണകരമാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഇവർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവരുടെ തന്നെ ഈ നക്ഷത്രക്കാരുടെ തന്നെ നേരിട്ടുള്ള ഇടപെടൽ കൊണ്ട് മുമ്പുണ്ടായിരുന്ന പല അനാസ്ഥകളും പ്രശ്നങ്ങളുമൊക്കെ കർമ്മരംഗത്തു നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ചെറിയ ഒരു നിയന്ത്രണം വേണ്ടിവരുമെങ്കിലും ഈ മാസം അവർക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാകില്ല. പല സ്ഥലത്തു നിന്നും കിട്ടാനുണ്ടായിരുന്ന പണം കിട്ടും. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത വരും. ഇപ്പോഴും ഇവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ചില ബന്ധങ്ങളിൽ ഒരു ഗ്യാപ്പ് ഇപ്പോഴും ഉണ്ട്. ആ ഗ്യാപ്പ് ഇനിയും തുടർന്ന് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ ഈ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ചില പിശകുകളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ജന്മത്തിലും 7-ലുമായി രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം സ്വന്തം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും സ്വന്തം വ്യക്തിത്വം യഥാർത്ഥത്തിൽ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വ്യാജമായ ചില പെരുമാറ്റങ്ങളും ഒക്കെ തന്നെ, അല്ലെങ്കിൽ അത്തരം ചിന്തകൾ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് തോന്നുന്നത് മൂലവും ഇവരെന്തെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എവിടെയോ ഒരു അസ്വസ്ഥത, ഒരു മറ, ഒരു ആശങ്ക ഇവരുടെ കുടുംബ ബന്ധങ്ങളിലുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കലഹം, പരസ്പരം സംശയിക്കുക, സംസാരിക്കാതിരിക്കുക, ചില മറകൾ ഉണ്ടെന്ന് തോന്നൽ, ഇതൊക്കെ തന്നെ ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. സുതാര്യത അങ്ങേയറ്റം പുലർത്താൻ ശ്രമിക്കുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. രോഗാതുരതമായ ഒരു അവസ്ഥയും ഉണ്ടാകാം. രാഹുകേതുക്കൾ അണുബാധിത ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേരായ രീതിയിൽ മുൻപോട്ട് പോകാൻ പ്രേരിപ്പിക്കാതെ പ്രതിലോമകാരിയായി തിരിച്ചു നടക്കാനും തിരിച്ചു ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരാളാണ് രാഹുവും കേതുവും. വൈയക്തിക ബുദ്ധിയുടെ അധിപനാണെങ്കിലും പ്രത്യേകമായ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ വേറിട്ട ചിന്തയുമൊക്കെ ഉണ്ടെങ്കിലും സാധാരണ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾ വരുത്താൻ രാഹുവിന് സാധിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സാധാരണ വിജയമാണല്ലോ പല സാധാരണക്കാരുടെയും ഏറ്റവും വലിയ സ്വപ്നം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ഏറ്റവും കരുതലോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുക. പ്രായോഗിക ബുദ്ധിയുടെയും അതുപോലെ തന്നെ നേരായ വഴിയിലൂടെയും മാർഗം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ, ജനുവരി മാസത്തെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 1, 2, 3 രാവിലെ 11 മണി വരെ, അത് കഴിഞ്ഞാൽ 5 ഉച്ചയ്ക്ക് ശേഷം 6, 7 വൈകുന്നേരം വരെയും, 9-ാം തീയതി രാത്രിക്ക് ശേഷം 10, 11 ഉച്ച വരെയും, ശേഷം 16 ഉച്ച കഴിഞ്ഞ് 17, 18, 19, 20, 21 രാവിലെ വരെയും,
അത് കഴിഞ്ഞാൽ പിന്നെ 26 രാവിലെ മുതൽ 27, 28, 29, 30 സന്ധ്യ വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. ശനിദേവന് ഏറ്റവും പ്രധാനം കറുത്ത എള്ള് സമർപ്പിക്കുക, എള്ള് കിഴികെട്ടി തിരികെത്തിക്കുക, അതുപോലെ തന്നെ കറുത്ത വസ്ത്രം സമർപ്പിക്കുക, ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കടുംപായസം കഴിപ്പിക്കുക, അതുപോലെ തന്നെ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക, ശനിയാഴ്ച വ്രതശുദ്ധി പാലിക്കുക. ശനിദോഷ പരിഹാരത്തിന് ഇതാണ് പ്രധാനം. കാക്കയ്ക്ക് എച്ചിൽ കൊടുക്കുക, പ്രത്യേകിച്ചും ഇടത്തെ കൈകൊണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക, ആഹാരം കൊടുക്കുക. ഏറ്റവും അലഞ്ഞു തിരിയുന്നവർക്കും ഏറ്റവും താഴേക്കിടയിൽ ഉള്ളവരെയും ചേർത്തു പിടിക്കാൻ ശ്രമിക്കുന്നതാണ് ശനി വലിയ അനുഗ്രഹമായി കാണുന്നത്. അഹങ്കാരമില്ലാതെ ജീവിക്കുക. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് വിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ തുടങ്ങിയവ വളരെ ഉത്തമം. അതുപോലെ തന്നെ നാഗദോഷത്തിന് ഓം നാഗായ നമ എന്നോ ഓം അനന്തായ നമ എന്നോ ജപിക്കുക. 100 പാലും കഴിപ്പിക്കുക, പക്കനാളിനോ ആയില്യം നാളിനോ. ഓം ഗം ഗണപതയേ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയേ നമ എന്നോ കേതുദോഷ പരിഹാരത്തിന് ജപിക്കുക. അതുപോലെ തന്നെ കറുകമാല അർപ്പിക്കുക, നാളികേരം ഉടയ്ക്കുക, ഗണപതിക്ക് പ്രത്യേകമായിട്ട് അർച്ചനകൾ നടത്തുക. ഇതൊക്കെയാണ് ഗണപതിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അത് ചെയ്യുക കേതുദോഷത്തിനും. എല്ലാവർക്കും നല്ലൊരു മാസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.